ഹലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് റണ്ണിങ് വിത്ത് വേവ് സ്റ്റിച്ചാണ്. റണ്ണിങ് സ്റ്റിച്ചിൻ്റെ വേരിയേഷൻസ് ആണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ റണ്ണിങ്, ഡബിൾ റണ്ണിങ് വിത്ത് വിപ്പിഡ് സ്റ്റിച്ച് ഈ 3 സ്റ്റിച്ചും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ത്രെഡ് കോർക്കുന്നതും കെട്ട് അറ്റത്തിടുന്നതും ഒക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നില്ല. ആദ്യമായിട്ടാണ് വീഡിയോ നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് നോക്കൂട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ അത് തന്നെയല്ല, നമ്മുടെ എംബ്രോയിഡറിയുടെ ക്ലാസ് ഞാൻ പ്ലേലിസ്റ്റ് ആയിട്ടും ക്രിയേറ്റ് ചെയ്തിടാം. അപ്പോൾ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് നോക്കിയിട്ട് ഇപ്പോൾ നിങ്ങൾ 2-3 ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇതേ നമുക്ക് എങ്ങനെയാണ് റണ്ണിങ് വിത്ത് വേവ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ഫസ്റ്റിൽ വിപ്പിഡ് ചെയ്ത പോലെ തന്നെ ഫസ്റ്റിൽ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടെ തന്നെ തുടങ്ങണം. അതായത് ആ ത്രെഡിൽ തന്നെ, ആ ഒരു സ്റ്റിച്ച് തുടങ്ങി ആ ഒരു ഹോളിൽ തന്നെ നമ്മൾ ഈ ഒരു സ്റ്റിച്ചും സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇത് കറക്റ്റ് നമ്മൾ അവിടെ നിന്ന് തന്നെ മുകളിലേക്ക് സൂചി കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വിപ്പിഡ് ചെയ്ത പോലെ തന്നെ ഫസ്റ്റിൽ ചെയ്യണം. അതായത് അടിയിൽ നിന്ന് മുകളിലേക്ക് കോർത്ത് കൊടുക്കുക. വിപ്പിഡിൽ നമ്മൾ അടിയിൽ നിന്ന് മുകളിലേക്ക് മാത്രമാണ് കോർത്ത് പോയിരുന്നത്. ഇതിപ്പോൾ നമ്മൾ ആദ്യം അടിയിൽ നിന്ന് മുകളിലേക്ക് കോർത്താം. പിന്നത്തെ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ മുകളിൽ നിന്ന് താഴേക്കാണ് കേട്ടോ നമ്മൾ കോർക്കുന്നത്. വേവ് സ്റ്റിച്ച് എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ ആ ഒരു വേവിൻ്റെ രീതിയിലാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത്. ആ താഴേന്ന് അടിയിൽ നിന്ന് മുകളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് മുകളിൽ നിന്ന് താഴേക്ക് വീണ്ടും അടുത്ത റണ്ണിങ് സ്റ്റിച്ച് നമ്മളിതാ അടിയിൽ നിന്ന് മുകളിലേക്ക് റണ്ണിങ്ങിൽ നിന്ന് മുകളിലേക്ക് കോർത്ത് കൊടുക്കുക. അടുത്ത റണ്ണിങ് സ്റ്റിച്ചിൽ നമ്മളിങ്ങനെ കോർക്കുന്നത് സൂചിയുടെ ആ ഒരു കൂർത്തവശം അല്ലാതെ ബാക്ക് സൈഡ് വെച്ചിട്ട് കോർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസിയാണ് കേട്ടോ. നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ആ ഒരു സ്റ്റിച്ചിലെ എല്ലാ ത്രെഡിൻ്റെ ഉള്ളിലൂടെയും നമുക്കിതിങ്ങനെ കോർക്കാൻ പറ്റും. നമ്മൾ ആ ഒരു കൂർത്തവശം വെച്ച് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരു പക്ഷേ ഏതെങ്കിലും ത്രെഡിൻ്റെ ഉള്ളിലൂടെ കയറിപ്പോവും. അപ്പോൾ പകുതി ത്രെഡിൻ്റെ ഉള്ളിലൂടെ കയറി പകുതി ത്രെഡിൻ്റെ ഉള്ളിലൂടെ കയറാതെയൊക്കെ വരും. ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ നമ്മളിതാ ഈ ഒരു രീതിയിൽ കോർത്ത് പോവാം. അത് തന്നെയല്ല, മുകളിലൊക്കെ സ്റ്റിച്ചുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വർക്കൊക്കെ ചെയ്യുന്ന സമയത്തായാലും സ്റ്റിച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുമ്പോൾ ടച്ച് ചെയ്ത്, അതായത് ഈ സൂചിയുടെ കൂർത്ത ഭാഗം അതുമ്പോൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ത്രെഡ് വലിഞ്ഞു പോരും. മുന്നേ ചെയ്ത ത്രെഡൊക്കെ വലിഞ്ഞു പോരും. അപ്പോൾ അതില്ലാതിരിക്കാനും ഈ രീതിയിൽ ചെയ്യുന്നത് നല്ലതായിരിക്കും. നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ല. തുടക്കത്തിലൊക്കെ ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക. അപ്പോൾ അത് ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഈ ഒരു സ്റ്റിച്ചിൽ നമുക്ക് പറയാനുള്ളത് ഔട്ട്ലൈൻ സ്റ്റിച്ചാണിത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റണ്ണിങ് സ്റ്റിച്ചിൻ്റെ വേരിയേഷൻസ് എല്ലാം ഔട്ട്ലൈൻ സ്റ്റിച്ചുകളാണ്. അപ്പോൾ നമ്മളൊരു ഡിസൈനൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ സ്റ്റിച്ചുകളിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ എടുത്ത് ഔട്ട്ലൈൻ കൊടുക്കാം. അപ്പോൾ ഔട്ട്ലൈൻ നമ്മളൊരു സ്റ്റിച്ച് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫില്ലിങ് സ്റ്റിച്ചുകൾ പഠിക്കുന്ന സമയത്ത് ഫില്ലിങ് ചെയ്ത് പോവാം. അപ്പോൾ ഒരു ഡിസൈൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇനി വരുന്ന വർക്കുകളിൽ നമ്മൾ ഫില്ലിങ് സ്റ്റിച്ചൊക്കെ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ ഔട്ട്ലൈനൊക്കെ നമ്മൾ ഈ പഠിച്ച ഏതെങ്കിലും ഔട്ട്ലൈൻ സ്റ്റിച്ച് വെച്ച് ചെയ്യുക. ഫില്ലിങ് വേറെ, അങ്ങനെ 2-3 സ്റ്റിച്ചൊക്കെ മിക്സ് ചെയ്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും. നിങ്ങൾക്ക് കുറച്ചും കൂടി പെർഫെക്ഷനും കൂടി കിട്ടും. നമ്മൾ വീണ്ടും ആ സ്റ്റിച്ചുകൾ ചെയ്യുമ്പോൾ ആ സ്റ്റിച്ചുകളിലൊക്കെ നമുക്ക് കുറച്ചും കൂടി പെർഫെക്ഷനും കിട്ടും. അപ്പോൾ അങ്ങനെ ഡിസൈനുകൾ സെലക്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ഔട്ട്ലൈൻ സ്റ്റിച്ചുകൾ മാത്രമാണ് പഠിപ്പിക്കുന്നത്. ഇത് കഴിഞ്ഞ് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ഫില്ലിംഗ് സ്റ്റിച്ചുകൾ, പല മോഡൽ സ്റ്റിച്ചുകൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇതൊക്കെ കൂടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമ്മുടെ ഫ്രീ എംബ്രോയിഡറി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 3-4-5 ക്ലാസ് ആയിട്ടുണ്ട്. നമ്മൾ ഇൻട്രൊഡക്ഷൻ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. ഞാൻ 2-3 ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചാനലിൽ കയറിയിട്ട് പ്ലേലിസ്റ്റ് നോക്കുക. അപ്പോൾ അതിൽ എംബ്രോയിഡറി ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോസ് അതിലുണ്ടാവും. അപ്പോൾ അത് നോക്കി ഓരോ ക്ലാസ്സായിട്ട് പഠിക്കാം. അപ്പോൾ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓളാക്കി വെച്ചോളൂ. അത് മാത്രമേ നമുക്ക് ഈ ഒരു ഫ്രീ ക്ലാസ്സിലേക്ക് ജോയിൻ ആവാൻ വേണ്ടി ചെയ്യേണ്ടതുള്ളൂ. ഇനി നമ്മളിത് ത്രെഡ് കെട്ടിട്ട് കൊടുക്കുകയാണ്. ബാക്കിൽ അടുത്തുള്ള ത്രെഡിലൂടെ ഇതുപോലെ കോർക്കുക. അതിൻ്റെ ഉള്ളിലൂടെ വീണ്ടും കോർത്ത് കഴിഞ്ഞാൽ നമുക്കവിടെ കെട്ടായിട്ട് കിട്ടും. അതൊന്ന് വലിച്ച് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കെട്ടായിട്ട് വരും. അത് 2 വട്ടം റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ത്രെഡ് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം നമുക്ക് ഫാബ്രിക് ഗ്ലൂ വേണമെങ്കിൽ ജസ്റ്റ് അതിൻ്റെ അറ്റത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയും ചെയ്യാം കേട്ടോ. ഇത് നമ്മൾ എല്ലാ സ്റ്റിച്ചിലും പറയുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ ക്ലാസ്സുകളുടെ കാര്യം പറഞ്ഞിരുന്നു. ഓൺലൈനായിട്ട് ജ്വല്ലറി മേക്കിംഗ് പഠിക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. നമ്മുടെ ഓഗസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേഗം തന്നെ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ആവണമെങ്കിൽ ജോയിൻ ആവാം, അല്ലെങ്കിൽ അടുത്ത ബാച്ചിലേക്ക് ആയാലും ജോയിൻ ആവാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്കിതൊരു ഡിസൈനിലേക്ക് എങ്ങനെ ആണ് ചെയ്യാന്നുള്ളതും കൂടി നോക്കാം. ഈ ഒരു രീതിയിലാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഒരു ഡിസൈൻ വരച്ച് റണ്ണിങ് സ്റ്റിച്ച് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 കളർ ത്രെഡിൽ തന്നെ ചെയ്യണമെങ്കിലാണ് ഈ ഒരു സ്റ്റിച്ചുകളുടെയൊക്കെ ഭംഗി നമുക്കറിയുള്ളൂ. ഒരേ കളർ ത്രെഡിൽ ചെയ്യരുത്. അപ്പോൾ നമ്മൾ ലീഫിനായിട്ട് ഗ്രീനിൽ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ ഒരു റെഡിലാണ് ഞാൻ ഈ ഒരു വേവ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ആ ഒരു
റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഇതിലൂടെ കോർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കോർക്കുന്ന സമയത്ത് നമ്മൾ കെട്ടിട്ട ത്രെഡൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ ഈ കോർത്തെടുക്കുന്ന നൂലിൻ്റെ കൂടെ മുകളിലേക്ക് കയറി വരും. അത് ബാക്കിൽ നിന്നൊന്ന് വലിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ വേവ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഇനി ഇത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കളറ് നമ്മളവിടെ ലാസ്റ്റിൽ ക്ലോസ് ചെയ്ത് നമ്മൾ കെട്ടിട്ട് കട്ട് ചെയ്ത് കളയണം. കാരണം ഫുള്ള് നമ്മൾ ഈ ഒരു കളർ വെച്ചിട്ടല്ല ചെയ്യുന്നത്. നമ്മൾ കോർത്തെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം കേട്ടോ, ബാക്കിൽ നിന്ന് ഫുൾ ത്രെഡ് നമ്മൾ മുകളിലേക്ക് വലിച്ചെടുത്തിട്ടില്ലേ എന്നുള്ളത്. നമ്മൾ ചിലപ്പോൾ വലിക്കുന്ന സമയത്ത് ചെറിയ കെട്ടൊക്കെ വന്നിട്ട് ത്രെഡ് ബാക്കിൽ നിൽക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാം കോർത്ത് കഴിഞ്ഞിട്ടൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റിച്ചിൻ്റെ ആ ഒരു ഭംഗി പോകുന്നത് തന്നെയല്ല, പകുതി ത്രെഡ് അവിടെ ബാക്കിൽ ഞാന്ന് കിടക്കും. നമ്മൾ ലൈനിങ് ഒന്നും ഇല്ലാത്ത ചുരിദാറൊക്കെ ചെയ്യുന്ന സമയത്ത് അതൊക്കെ വൃത്തികേടായിട്ട് വരും. അപ്പോൾ അത് തന്നെ ശ്രദ്ധിക്കണം. പെട്ടെന്ന് അഴിഞ്ഞു പോവും, കെട്ടൊക്കെ വന്ന് കിടന്നാൽ അതിൻ്റേതായ ഒരു പെർഫെക്ഷൻ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഈ കോർത്തെടുക്കുന്ന സമയത്തൊക്കെ ബാക്കിൽ വശം കൂടി ശ്രദ്ധിക്കണം. എപ്പോഴും ഫുൾ ത്രെഡ് നമ്മൾ മുകളിലേക്ക് വലിച്ചെടുത്തിട്ടില്ലേ എന്നുള്ളത്, കെട്ട് വന്നിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മളെല്ലാം കഴിഞ്ഞ് നമ്മൾ കെട്ടാൻ നേരത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് ഫുള്ള് നമ്മൾ ഈ ഹോളൊക്കെ വരുമല്ലോ നമ്മൾ കുത്തിയിറക്കുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ബാക്കൊക്കെ ശ്രദ്ധിക്കുക, ബാക്കിലെല്ലാം ത്രെഡ് കറക്റ്റായിട്ട് തന്നെ വന്നിട്ടില്ലേ വലിഞ്ഞെന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റിലെ സ്റ്റിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു ലീഫിൻ്റെ അവിടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ലാസ്റ്റ് റണ്ണിങ് സ്റ്റിച്ചിൽ കുത്തിയിറക്കി ആ ത്രെഡ് അവിടെ കെട്ടിട്ട് കട്ട് ചെയ്ത് കളയാണ്. ബാലൻസ് നമ്മൾ വേറെ കളർ ത്രെഡ് വെച്ചിട്ടാണ് ആപ്പിളിൻ്റെ ബാക്കി ഭാഗം ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ നിങ്ങൾ ചെയ്യുക. പിന്നെ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ചെയ്ത് പഠിക്കുന്ന റണ്ണിങ് സ്റ്റിച്ച് അതുപോലെ ഡബിൾ റണ്ണിങ് ഒക്കെ പഠിക്കുന്ന ആ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ, അത് സെപ്പറേറ്റ് വെക്കുക. ഇതുപോലെ വർക്ക് ചെയ്യാനായിട്ട് ഡിസൈൻ വരച്ച് ചെയ്യാനായിട്ട് വേറെ ക്ലോത്ത് എടുക്കുക. അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. രണ്ടും ഒരുമിച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ക്ലോത്തുകൾ വരും. അപ്പോൾ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷനാവും. പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് റണ്ണിങ് സ്റ്റിച്ച് ഏതാണ് അല്ലെങ്കിൽ സ്റ്റിച്ചുകൾ ഏതാണെന്നൊരു ഡൗട്ട് വരുന്ന സമയത്ത് എടുത്ത് നോക്കാൻ വേണ്ടിയിട്ട് എളുപ്പം സ്റ്റിച്ചുകൾ മാത്രമായിട്ട് ഒരു ക്ലോത്തിൽ ചെയ്ത് വെക്കുക കേട്ടോ. അതാണ് നല്ലത്. നമ്മളിപ്പോൾ ഫ്രീ ക്ലാസ് ആയിട്ട് പഠിക്കുന്നത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ നമ്മൾ മോട്ടീഫ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ വേറെ ഒക്കെ പഠിക്കും. ഒരു മോട്ടീഫിൽ ഒരു വർക്ക് മാത്രമേ ചെയ്യുള്ളൂ. ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫ്രീ ക്ലാസ് ഇല്ലേ, അതൊന്നും ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ഒരുപാട് മെറ്റീരിയലൊന്നും വാങ്ങി നിങ്ങൾ പൈസ കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ 2-3 ഡിസൈനൊക്കെ നിങ്ങൾക്ക് ഒരു ക്ലോത്തിൽ ചെയ്യാം. പക്ഷേ നിങ്ങൾ സ്റ്റിച്ചുകളെല്ലാം ഒറ്റ ക്ലോത്തിലായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എടുത്ത് വയ്ക്കാനും കുഴപ്പമില്ല. 2-3 ക്ലോത്തൊക്കെ വരുന്നുണ്ടാവുള്ളൂ. ചെറിയ ക്ലോത്ത് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ 8 ഇഞ്ചിൻ്റെ ഒക്കെയാണ് ചെയ്യണമെങ്കിൽ അതിൽ അത്രയും സ്റ്റിച്ചുകളല്ലേ കൊള്ളുള്ളൂ. എന്നാലും 2-3 ക്ലോത്ത് നമുക്ക് ഒരുമിച്ച് എടുത്ത് വയ്ക്കാൻ പറ്റും. ഒരു ഫയലിലൊക്കെ എടുത്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോഴും അത് മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.